കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങളെ കാണാം. പക്ഷെ ഇന്നത്തെ സായാഹ്നം കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത് വിണ്ണ് താണ്ടി വന്നൊരു നക്ഷത്രം മണ്ണിലിറങ്ങിയതോടെയാണ്. സുനിത വില്യംസ്. സുനിത വില്യംസിന്റെ ഇന്നത്തെ കോഴിക്കോടൻ യാത്ര സവിശേഷമാകുന്നത് മറ്റൊരു കാര്യം കൊണ്ടുകൂടിയാണ്. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് നാസയോട് ബൈ പറഞ്ഞ് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ സുനിത. ഈ തലമുറയിൽ ജീവിക്കുന്നവർക്കും ഇനി പിറക്കാൻ പോകുന്നവർക്കും പ്രചോദനമാകുന്ന സുനിത വില്യംസ് എന്ന പേര്, അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് തൊട്ടരികെയുണ്ട്. സുനിത വില്യംസ്. സുനിതയുടെ നാസയിലെ ജീവിതം 27 വർഷത്തെ 2.5 പതിറ്റാണ്ട് പിന്നിട്ട ഔദ്യോഗിക ജീവിതം എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം ഡീകോഡിൽ പരിശോധിക്കുന്നത് അങ്ങനെയാണ്. സുനിത വില്യംസിന്റെ കഴിഞ്ഞ 27 വർഷത്തെ ഔദ്യോഗിക ജീവിതം നോക്കാം. എങ്ങനെയാണ് നാസയോട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് സുനിത ബൈ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ 27 വർഷമെന്ന് പറയുന്നത് ഒരു ചില്ലറ കാലമല്ല. ഒട്ടേറെ നാളുകൾ സുനിത വില്യംസിന്റെ ജീവിതം നാസയിലേക്ക് എത്തുന്നത് 1998-ലാണ്. ഒരുപക്ഷെ നാസയിലേക്ക് എത്തണം, ഒരു ശാസ്ത്രജ്ഞയാകണം, ബഹിരാകാശം കീഴടക്കണം എന്നുള്ള സ്വപ്നമൊന്നും ആയിരുന്നില്ല സുനിതയ്ക്ക് മുന്നിലുണ്ടായിരുന്നത്. അതിലേക്കൊക്കെ സുനിത എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. നോക്കൂ, നാസയോട് ബൈ പറഞ്ഞതിന് ശേഷം ആദ്യ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കാണ്. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത്രയും വലിയൊരു സുദീർഘമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ എങ്ങനെയാണ് സുനിതയുടെ ഈ 27 വർഷം എന്ന് വിശദമായി തന്നെ നമുക്കറിയാം. 3 തവണ സുനിത വില്യംസ് ബഹിരാകാശത്ത് യാത്ര നടത്തിയിട്ടുണ്ട്. 3 തവണ. അധികം ആളുകളൊന്നും അങ്ങനെ പോയി, ഒരുപാട് തവണ പോയ ആളുകളുണ്ട്. പക്ഷേ 3 തവണ യാത്ര നടത്തി വന്നതിന് ശേഷം സുനിത വില്യംസ് അവിടെ നേടിയ റെക്കോർഡുകൾ അതിങ്ങനെ മായ്ക്കപ്പെടാതെ കിടക്കുകയാണ്. 608 ദിവസം സുനിത വില്യംസ് ബഹിരാകാശത്ത് തങ്ങി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ബഹിരാകാശ യാത്രികർക്ക് ഇനി അങ്ങോട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനുള്ള വലിയ കരുത്ത് പകരുന്നതാണ്. 62 മണിക്കൂർ സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നു. 3 യാത്രകളിലായി 62 മണിക്കൂർ നടത്തം. ഈ നടത്തം എന്ന് പറയുന്നത് വെറുതെ ചുമ്മാതങ്ങ് ഇറങ്ങി നടക്കുകയല്ല. ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ, തകരാറുകൾ പരിശോധിക്കുക, അത് വളരെ കൃത്യമായി അത് അത് മാറ്റുക എന്നുള്ള ദൗത്യമൊക്കെയാണ് ഈ ബഹിരാകാശ നടത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 62 മണിക്കൂർ, അതൊരു വലിയ റെക്കോർഡാണ്. കടൽ സ്വപ്നം കണ്ടു, ആകാശം കീഴടക്കി. അതാണ് സുനിത വില്യംസിന്റെ ജീവിതത്തിൽ. സുനിത വില്യംസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ടീച്ചർമാർ ചോദിച്ചു എന്താവണം എന്ന്. അപ്പോൾ പറഞ്ഞു എനിക്കൊരു മുങ്ങൽ വിദഗ്ധയാകണം എന്ന് പറഞ്ഞു. കടലിനോടായിരുന്നു താല്പര്യം. വെള്ളത്തിനടിയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതായിരുന്നു സുനിത വില്യംസിന്റെ ആഗ്രഹം. പക്ഷേ കീഴടക്കിയതാകട്ടെ കടലിനും മുകളിലുള്ള വലിയ ആകാശമാണ്. ആ ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളിലേക്കിടയിലേക്കാണ് സുനിത വില്യംസ് പോയി വലിയ നേട്ടങ്ങൾ കൊയ്ത് താഴേക്ക് ഇറങ്ങി വന്നത് എന്നുള്ളതും നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സുനിത വില്യംസിന്റെ യാത്രകൾ എങ്ങനെയാണ്? 98-ലാണ് നാസയിലെത്തിയത്. നമ്മൾ പറഞ്ഞു 1998-ലാണ് നാസയിൽ സുനിത വില്യംസ് എത്തുന്നത്. അതിനുശേഷം നടത്തിയ 3 യാത്രകളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ ഒന്ന് അറിയേണ്ടതുണ്ട്. 2006-ലാണ് സുനിത വില്യംസിന്റെ ദൗത്യങ്ങൾ. 2006 ഡിസംബർ 9-നാണ് ഡിസ്കവറി എന്ന് പറയുന്ന പേടകത്തിലാണ് ആദ്യ യാത്ര എന്ന് പറയുന്നത്. ആ യാത്ര ഏറെ ദിവസങ്ങൾ അവിടെ പിന്നിട്ട ശേഷം വിജയകരമായിട്ട് തന്നെ സുനിത വില്യംസ്, അപ്പോൾ വലിയ ആകാംക്ഷയിലാണ്. നമ്മളൊക്കെ കുറെ കൂടി പ്രായം കുറഞ്ഞ ആളുകളായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരു ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ അന്ന് നോക്കി നിന്നത്. സുനിത വില്യംസിന്റെ കന്നി യാത്ര എന്ന് പറയുന്നത് നമ്മൾ അമ്പരപ്പിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് വീണ്ടും ഒരു യാത്ര, സോയൂസിലായിരുന്നു ആ യാത്ര. സോയൂസ് പേടകത്തിൽ 2012 ജൂലൈ 14 ഒരു യാത്ര നടത്തുകയുണ്ടായി. സോയൂസിലാണ് പോയത്. അന്ന് സോയൂസിന്റെ ആ പേടകത്തിന് പുറത്ത് അതിൻ്റെ റേഡിയേറ്റർ സംവിധാനത്തിലുണ്ടായ തകരാറ് പരിഹരിക്കാൻ വേണ്ടി സുനിത വില്യംസ് ബഹിരാകാശത്ത് നിലയത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ തകരാറ് പരിഹരിച്ച് ഉള്ളിൽ കയറിയതൊക്കെ അന്നത്തെ വാർത്തകളിൽ വലിയ ഇടം പിടിച്ച ഒരു കാര്യമാണ്. സുനിത വില്യംസിന്റെ അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മൾ വലിയ ആകാംക്ഷയോടെ ഈ അടുത്ത കാലത്താണ് ബോയിങ് സ്റ്റാർലൈനർ എന്ന് പറയുന്ന ഒരു പേടകം അവരുടെ പരീക്ഷണ പറക്കലിൽ ബുഷ് വിൽമോറിനെയും സുനിത വില്യംസിനെയും കൊണ്ട് പോകുന്നു. 8 ദിവസത്തേക്കുള്ളൊരു യാത്ര എന്നാണ് പറഞ്ഞിരുന്നത്. 8 ദിവസത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത്, ഈ പേടകം അങ്ങോട്ട് പോയി അവിടെ എത്തുന്ന സമയത്ത് തന്നെ അതിന് തകരാറുകൾ ഉണ്ടായിരുന്നു. ആ തകരാറുകൾ
അവിടെ എത്തിയ ശേഷം ഈ പേടകം തിരിച്ചിറക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക, യാത്രികരെ കൊണ്ടുവന്നതിന് ശേഷം തിരിച്ചിറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ആ വാഹനം ആളില്ലാതെ നേരെ താഴേക്ക് ഇറക്കുകയും സ്പേസ് എക്സിൻ്റെ ഒരു വാഹനം അവിടെ ചെന്ന് ഏതാണ്ട് 286 ദിവസമാണ് യഥാർത്ഥത്തിൽ സുനിതയും ബുഷ് വിൽമോറും അവിടെ കുടുങ്ങിപ്പോയി എന്ന് നമ്മൾ പറയുമ്പോഴും സുനിത വില്യംസ് ആ ജീവിതം ആസ്വദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സുനിത വില്യംസ് ആ യാത്രയും കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴാണ് ഈ 608 ദിവസം എന്നുള്ള വലിയ സുദീർഘമായ ഒരു റെക്കോർഡ് അവരുടെ പേരിലുണ്ടാകുന്നത്. സുനിത വില്യംസ് മനുഷ്യ ബഹിരാകാശ സഞ്ചാരത്തിലെ ഒരു വഴികാട്ടിയാണ്. ബഹിരാകാശ നിലയത്തിലെ അവരുടെ നേതൃപാടവം ഭാവിയിലെ ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾക്ക് ശക്തമായ അടിത്തറയിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നാസ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. നാസയുടെ അവരുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ജാരഡ് ഐസക്മാൻ അങ്ങനെയാണ് സുനിത വില്യംസിൻ്റെ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് സുനിത വിട പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ സുനിത നാസയോട് ബൈ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞത്, ഇനി മുന്നോട്ടുള്ള ദൗത്യങ്ങൾക്ക് സുനിത വില്യംസ് എന്ന പേര് വലിയ കരുത്താണ് എന്ന് പറയും. സുനിത വില്യംസിൻ്റെ ജനനം എന്ന് പറയുന്നത് 1965 സെപ്റ്റംബർ 19 ഒഹോയിലാണ്, ഗുജറാത്തിലാണ് സുനിത വില്യംസിൻ്റെ കുടുംബ പേരുള്ളത് എന്ന് നമുക്കറിയാം. അവിടെ US കുടിയേറിയ ന്യൂറോ അനാറ്റമിസ്റ്റ് ഡോക്ടർ ദീപക് പാണ്ഡെയുടെയും സ്ലൊവേനിയൻ വംശജയായ ബോണിയുടെയും മകളാണ്. മാസച്യൂസെറ്റ്സിലെ നീതം ഹൈസ്കൂളിലെ പഠനകാലത്താണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്താകണം എന്നുള്ളൊരു ആഗ്രഹം സുനിതയോട് ചോദിച്ചു എന്നുള്ളത്. അന്ന് സുനിത പറഞ്ഞ ഉത്തരം എനിക്ക് മുങ്ങൽ വിദഗ്ധയാകണം എന്നാണ്. പിന്നീട് ആ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു, വെറ്ററിനറി ഡോക്ടർ ആകണം എന്ന് തീരുമാനിച്ചു. പക്ഷേ നിയോഗം എന്ന് പറയുന്നത് നേരെ US നേവൽ അക്കാഡമിയിൽ ചേർന്ന് ബേസിക് ഡൈവിംഗ് ഓഫീസറായി കരിയർ ആരംഭിക്കാനായിരുന്നു. ഇറാഖ് കുവൈത്ത് യുദ്ധകാലത്ത് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റായി സേവനമനുഷ്ഠിച്ചു. അവിടെയാണ് നേരെ സുനിത വില്യംസ് എന്ന് പറയുന്ന പേര് ഒന്ന് മാറ്റിപ്പിടിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് നേരെ കരയിലേക്ക് കയറി ആകാശത്തിലേക്ക് സുനിത ചുവട് വെക്കുന്നത് അപ്പോഴാണ്. 30 വ്യത്യസ്ത തരം വിമാനങ്ങളിലായി 3000-ലധികം മണിക്കൂറുകൾ പറന്ന പരിചയ സമ്പന്നതയുണ്ട് സുനിത വില്യംസിന്. 98-ലാണ് നാസയിൽ എത്തുന്നതിന് മുൻപ് അത്രയും വലിയ നേട്ടം ഉണ്ടായിരുന്നു. എന്തായാലും സുനിത വില്യംസിൻ്റെ യാത്ര കഴിഞ്ഞ 27 വർഷങ്ങൾക്ക് ശേഷം സുനിത നാസയോട് ബൈ പറഞ്ഞു പോകുമ്പോൾ സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് ഇനി ഞാനില്ല എന്ന് പറയുന്നില്ല. അതായത് ബോയിങ് സ്റ്റാർലൈനർ ഉൾപ്പെടെയുള്ള സ്വകാര്യ സംരംഭകരുടെ പുതിയ യാത്രകൾ നമുക്ക് മുന്നിലേക്കുണ്ട്. നമ്മളിത് സംസാരിക്കുമ്പോഴേ സുനിത വില്യംസ് നമുക്ക് തൊട്ടരികയുണ്ട്. ഇങ്ങ് കോഴിക്കോട്ട് KLFൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് സുനിത വില്യംസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോട്ട് അങ്ങാടിയിൽ സുനിത വില്യംസ് ഉണ്ട്. അപ്പം 27 വർഷം കൊണ്ടു നടന്ന ഒരു സബരിയായി കൊണ്ടുവരുന്ന ബഹിരാകാശ യാത്രയ്ക്കുള്ള അവരുടെ ത്വര അത് നിന്നിട്ടില്ല. അപ്പോൾ ഇനിയും സുനിതയുടെ യാത്ര തുടരും. നാസക്കൊപ്പമായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സുനിത വില്യംസ് എന്നുള്ള പേര് നമുക്ക് വലിയ പ്രചോദനമാകുന്നത്, കരുത്താകുന്നത്, അഭിമാനമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രലേഖകൻ രാജഗോപാൽ കമ്മത്ത് വിശദമായി തന്നെ അത് പറയും. അമേരിക്കക്കാരി സുനിത വില്യംസ് എന്ന ബഹിരാകാശ യാത്രിക സാഹസികമായ ഒരു വനിതയാണ്. അവരുടെ ആ സാഹസികത ആദ്യം തന്നെ തെളിയിച്ചത് നേവിയിൽ ടെസ്റ്റ് പൈലറ്റ് ആയിട്ടാണ്. അങ്ങനെയാണ് നാസയിലേക്ക് ഒരു ബഹിരാകാശ സഞ്ചാരിയായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കാൻ ഒരു അവസരം ലഭിച്ചത്. അതവർ ശരിക്കും ഫലവത്താക്കി. അവർ നടത്തിയിട്ടുള്ള ബഹിരാകാശ യാത്രകളെല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു. വളരെ കൂടിയ കാലയളവിൽ സ്പേസിൽ പര്യവേഷണം നടത്തുക, അതുപോലെ തന്നെ സ്പേസ് ക്രാഫ്റ്റിനും പുറത്ത് ബഹിരാകാശ നടത്താം, സ്പേസ് വാക്ക് തുടർച്ചയായിട്ട് അനേകം മണിക്കൂറുകൾ നടത്തുക. ഏകദേശം എനിക്ക് തോന്നുന്നു 62 മണിക്കൂറോളം പല ദൗത്യങ്ങളിലായിട്ട് സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ട്. റിപ്പയർ ദൗത്യങ്ങൾ, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ റിപ്പയർ ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. കാരണം ഒരു വനിതയാണ് ഇതൊക്കെ സാധിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ 600 ദിവസത്തിൽ കൂടുതൽ ബഹിരാകാശത്ത് കഴിയുക. ഓരോ ദൗത്യവും ഓരോ നിമിഷവും നമുക്ക് പുതിയ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ സ്റ്റേഷനിലെ ദൗത്യങ്ങളൊന്നും പൂർണ്ണമല്ല, കാരണം ധാരാളം പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു. പിന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന, നമ്മൾ ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങളും സ്പേസ് ടെക്നോളജിയിൽ നിന്ന് വന്നതാണ്. ഈ മൊബൈൽ ഫോൺ പോലും, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോവേവ്,
എത്രയോ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന പല ആഹാര സാധനങ്ങൾ, പ്രോസസ്ഡ് ഫുഡുകൾ, ഇതൊക്കെ നമുക്ക് സ്പേസ് ടെക്നോളജിയിൽ നിന്നും ലഭിച്ചതാണ്. ഫ്രീസ് ഡ്രൈഡ് ഫുഡ്സ്, അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ സ്പേസ് ടെക്നോളജിയിൽ നിന്നും ലഭിച്ചതാണ്. അപ്പോൾ സ്പേസ് ടെക്നോളജി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിലേക്ക് കൂടുതൽ സംഭാവനകൾ വേണ്ടിവരും, അതിലേക്ക് മാനുഷികമായ സംഭാവനകളും വേണ്ടിവരും, മറ്റ് ടെക്നോളജിയുടെ സംഭാവനകൾ, കുറെ കൂടി വിപുലമായ ടെക്നോളജിയുടെ സംഭാവനകളും കൂടി വേണ്ടിവരും. ചാന്ദ്ര ദൗത്യം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ചാന്ദ്ര ദൗത്യം വരികയാണ്. ചന്ദ്രന് ചുറ്റും പോയി വരിക എന്നുള്ള ഉദ്ദേശമാണ്. പഴയ അപ്പോളോ ദൗത്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഇതൊക്കെ ടെക്നോളജിയിലാണെങ്കിലും മനുഷ്യന്റെ കൈകൾ ഉണ്ടായേ പറ്റത്തുള്ളൂ. എല്ലാം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയോ മറ്റോ കമ്പ്യൂട്ടറിനെയോ ഏൽപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. മാനുഷികമായ ഇന്റർവെൻഷൻ. രാജഗോപാൽ കമ്മത്താണ് സുനിത വില്യംസിന്റെ 27 വർഷത്തെ 2.5 പതിറ്റാണ്ട് നീണ്ട നാസയിലെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു.